അപ്പോൾ നമ്മൾ ഇന്നത്തെ വണ്ടി പറഞ്ഞാല് ഇത് സെയിലുള്ളല്ലോ കേട്ടോ. അപ്പൊ എല്ലാവരും എന്താ ഒരു പ്രത്യേകത ചോദിക്കലുണ്ട്. 2010 മേജർ, അതായത് ഇപ്പൊ പൊന്നും വിലയാണ് ചുരുക്കി പറഞ്ഞാല്. ഒരു ഇന്നോവ ശരിക്കും ഒരു 3.5-4 റുപ്യ അങ്ങോട്ട് ഇന്നോവ കിട്ടും 2010 മോഡല്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു 2010 ഒരു ഒറിജിനൽ 4x4 വണ്ടി കിട്ടണമെങ്കിൽ ഒരു 7-8 റുപ്യ ഇപ്പൊ മാർക്കറ്റ് റേറ്റാ. എന്താ അത്ര എന്നുള്ളത് ഇപ്പൊ എന്നോട് ചോദിച്ചു. ഇപ്പൊ പല ആൾക്കാർ ഇപ്പൊ പറയും ഇന്റെ അവിടെ എത്ര കിട്ടും, അല്ല അവിടെ എത്ര കിട്ടും, കിട്ടുന്ന നിങ്ങൾ വാങ്ങിക്കോളി, ആ പ്രശ്നമില്ല. ഈ വണ്ടിന്റെ വില പറഞ്ഞത് ഇത് വിൽക്കാനുള്ള കേട്ടോ. നമ്മളൊരു എന്താണെങ്കിലും പല ആൾക്കാർ ചോദിക്കുന്നത് എന്താണ് ഇത്ര പ്രത്യേകത 2010 മേജർ എന്നുള്ളത്. എന്റെ പ്രത്യേകതയാണ് ഇപ്പൊ പറയാൻ പോണത്. മേജറിന്റെ ഈ വണ്ടി ഇവിടെ എവിടെയും കിട്ടാൻ ഞങ്ങൾ രാജസ്ഥാനിൽ പോയിട്ടാണ് വണ്ടി എടുത്ത്. ഇനിയിപ്പോ പറയും ഇവിടെ കുറെ കിട്ടാണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, ഓല നമ്മൾ നോക്കുന്നില്ല. ഇത് രാജസ്ഥാൻ പോയി എടുത്ത വണ്ടിയാണ്, റീ ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തരാം. നമ്മളെ ഫ്രണ്ടാണ്. പേര് അരുൺ. ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ ഈ ഒരു 2010 മേജർ വാങ്ങിക്കണം വിചാരിച്ചിട്ട് കേരളത്തിൽ മുഴുവൻ തപ്പിയിടുന്നു. പക്ഷേങ്കിൽ ഈ ഒരു സാധനം കേരളത്തിലുള്ളതിന് ഭയങ്കര വിലയാണ്. ഒന്നും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികൾ കിട്ടാനുമില്ല. അപ്പം അങ്ങനെ നമ്മൾ രാജസ്ഥാനിലൊരു ഫ്രണ്ട് ത്രൂ അവിടുന്ന് റീ ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയതാണ്. കേൽപ്പാൻ BX-ലേക്ക് എടുത്ത വണ്ടിയാണ്. 2010 വണ്ടി പിന്നെ എല്ലാവർക്കും അറിയാലോ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്നുള്ളതും. മെയിൻ്റെനൻസ് ഫ്രീ ആണ്. ശരിക്കും നമ്മൾ ഹവാ ചെരുപ്പ് യൂസ് ചെയ്യുന്ന മാതിരി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. എവിടെയും കൊണ്ടുപോയിടുക. തുരുമ്പിന്റെ കാര്യം മാത്രം നോക്കിയാൽ വേറൊരു പ്രശ്നമില്ല. ഓഫ് റോഡിൽ പെർഫെക്റ്റ് ആണ്. നോർമൽ ഡീസൽ മൈലേജും ഒക്കെയാണ്. വേറെ അങ്ങനെ മെയിൻ്റെനൻസ് ഒന്നുമില്ല. പിന്നെ കാണാൻ ലുക്കാണ്. കമ്പനി ഇറക്കിയാൽ ഏറ്റവും ലാസ്റ്റ് വന്നൊരു മോഡൽ വണ്ടി. ചുരുക്കി പറഞ്ഞ ഇന്നോവന്റെ ആ ഒരു റേറ്റ് തന്നെ വരും അല്ലേ? ഇവിടെ നല്ല റേറ്റ് ആണ്. ഇവിടെ കിട്ടാനില്ല എന്നുള്ളതാണ് നല്ല വണ്ടി. എല്ലാം റഫ് യൂസ് ചെയ്ത വണ്ടികളാണ് അധികം കിട്ടാനുള്ളത്. ഒന്നാമത് ആൾക്കാരും ഇപ്പൊ കൊടുക്കണില്ല, ഉള്ളവർ കൊടുക്കുന്നില്ല ജീപ്പ്. പിന്നെ നമ്മൾ കേരളത്തിൽ പൊതുവെ വണ്ടിയൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. കാരണം ആ സമയത്തേക്ക് വണ്ടി ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്തേക്ക് 4.55 കമ്പനി ഓഫറിൽ ലാസ്റ്റ് 4.40 വണ്ടി കൊടുത്തോണ്ടിരുന്ന 2010 ആൾക്കാർ ഇത് വാങ്ങിക്കാത്തതുകൊണ്ട്. കാരണം പുതിയ താറിറങ്ങും പറഞ്ഞിട്ടുള്ളതുകൊണ്ടേ. പിന്നെ ഈ സാധനം ഇപ്പൊ വാങ്ങിക്കുന്നത് ഏകദേശം 8 ലക്ഷം റുപ്യന്റെ മുകളിലേക്കാണ് ആ മോഡലുകൾ വണ്ടി ഇപ്പൊ വാങ്ങിക്കുന്നത്. അപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ട്. അപ്പൊ എല്ലാരും ആ ഡൗട്ട് തീർന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. എന്താണ് 2010 എന്താണ് ഇത്ര പ്രത്യേകത? പക്ഷെ ഡ്രൈവ് ചെയ്തിട്ട് കാണിക്കാൻ നല്ല അടിപൊളി വണ്ടിയാണ്. ഓഫ് റോഡിനാണെങ്കിലും ഓൺ റോഡ് ആണെങ്കിലും ഇപ്പൊ മൈലേജിന്റെ കാര്യത്തിലാണ് മഹീന്ദ്ര ലാസ്റ്റ് ഇറക്കിയ ജീപ്പാണ്. 2010 കൂടി പോലെ പരിപാടി നിന്നിട്ടുണ്ട്. അപ്പൊ അതിനാണ് അന്ന് തന്നെ മുമ്പ് പറഞ്ഞാൽ 4 സംതിങ് 5 സംതിങ് ആണ് അതിന്റെ വില ഉള്ളൂ 4x4. ഇപ്പോൾ അതിന്റെ ഡബിൾ കൊടുക്കണം. പക്ഷെ ഒന്നാമത് കേരളത്തിൽ നമ്മളിവിടെ കിട്ടാനുമില്ല വണ്ടി. അതാണ് ഒന്നാമത്തെ അല്ലേ? എന്നിട്ട് സാധനം ഇവിടെ കിട്ടാനുമില്ല. ഭയങ്കര വിലയാണ്. ഇത് അവിടെ നിങ്ങൾ പേപ്പർ വർക്ക്സ് ഒക്കെ ഏകദേശം എത്ര രൂപയാവും അവിടെ ഇങ്ങോട്ട് മാറ്റാൻ? ഇവിടെ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത് ലാസ്റ്റ് KL11 AG രജിസ്റ്റർ ചെയ്തൊരു വണ്ടി ഉണ്ടായിരുന്നു 2010. ആ വണ്ടിന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു കോഴിക്കോട് ഓൾറെഡി കോഴിക്കോട് RTO രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ ഡോക്യുമെന്റ് എടുത്തിട്ടാണ് ഒരു ഇങ്ങോട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തത്. ഭയങ്കര സിമ്പിൾ ആയിരുന്നു. കാരണം നമ്മൾ അവിടെ തന്നെ പേപ്പറിൽ മാറ്റി വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ നമ്മൾ വേറെ കാര്യം രാജസ്ഥാനിൽ നമ്മളെ വിലച്ച് നോക്കുകയാണ്. ഇവിടുത്തെ അതേപോലെ തന്നെ വില അവിടെ ആയിട്ട് ഏകദേശം അതേ വിലയായി. അപ്പൊ ആദ്യം നല്ല റേറ്റ് കിട്ടിയിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ ഏകദേശം കണ്ടതിൽ സന്തോഷം. വണ്ടി ഓക്കെ. നല്ല സ്മൂത്ത് ഡ്രൈവാണ്. മേജർ ഓടിച്ച ആൾക്കാർക്ക് അറിയാം ടർബോ എഞ്ചിനേക്കാളും അങ്ങനെ ഉണ്ടാവുന്നത്. ഒരു സൈലന്റ് ആണ്. ജീപ്പിന്റെ ഒരു ഫീൽ അല്ല ഉണ്ടാവുക.